ഹായ് ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ കോണ്ടം എന്താണെന്നറിയോ? അതിനെക്കുറിച്ച് പഠിച്ച് PhD ചെയ്തിട്ടുള്ള 2 ഇൻ്റർവ്യൂ ചെയ്യുന്ന മഹാന്മാരുടെ ഒരു ഇൻ്റർവ്യൂ ആണ് നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. ഫൺ വിത്ത് സ്റ്റാർസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലാണ് ഇങ്ങനൊരു ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളാരാന്ന് വെച്ചാൽ 18 വയസ്സ് പോലും തികയാത്ത ഒരു ചെറിയ പെൺകുട്ടി. അവരുടെ ബ്ലൈൻഡ് ടെസ്റ്റിൽ മെയിൻ ഐറ്റം കോണ്ടം. ഞാൻ ഈ വീഡിയോ റിയാക്ട് ചെയ്യരുത് എന്ന് കരുതി ഇരുന്നതാണ്. പക്ഷേ ഞാൻ അതുൽ ചേട്ടൻ്റെ റിയാക്ഷൻ വീഡിയോ കണ്ടു. റിയാക്ഷൻ ചെയ്യുന്ന ആളാണ്. ഒട്ടുമിക്ക വീഡിയോസ് ഞാൻ കാണാറുണ്ട്. അപ്പോൾ അത് കണ്ട സമയത്ത് എനിക്കെന്തോ പറയണം തോന്നി. ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് 1 മാസമായി. ഈ 1 മാസത്തിൻ്റെ ഇടയ്ക്ക് ഈ ഒരു സംഭവം അവളുടെ വീട്ടുകാർ, അച്ഛൻ, അമ്മ, ബ്രദർ, സിസ്റ്റർ, റിലേറ്റീവ്സ്, ഫ്രണ്ട്സ്, കസിൻസ്, നാട്ടുകാർ, നെയ്ബേഴ്സ്, അങ്ങനെ ഒരുപാട് പേര് ഈ ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ടാവാം. ഈ കുട്ടീനെ വ്യക്തിപരമായി അറിയുന്നവർ കണ്ടിട്ടുണ്ടാവും, അറിയാത്തവർ കണ്ടിട്ടുണ്ടാവും. അവർക്കാർക്കും ഇല്ലാത്ത ഒരു പ്രശ്നം നമ്മൾ കുത്തിപ്പോക്കുന്നത് എന്തിനാ? ഞാൻ റിയാക്ഷൻ ചെയ്യണ്ട എന്ന് കരുതിയത് അതുകൊണ്ടാണ്. 18 വയസ്സ് പോലും തികയാത്തൊരു കൊച്ചാണ്. അതിനെ കറക്റ്റ് റിയാക്ട് ചെയ്യേണ്ടത് നമ്മളല്ല. അതിന് ആപ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ റിലേറ്റീവ്സ്, ഫ്രണ്ട്സ് അല്ലെങ്കിൽ പാരൻസ് ആണ്. അവരുടെ പാരൻസ് തന്നെ ഇങ്ങനൊരു ഇൻ്റർവ്യൂ ചാനലിന് മുമ്പിൽ ആ കുട്ടീനെ കൊണ്ടേ ഇരുത്തി ഇങ്ങനൊരു കോണ്ടം എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റിൻ്റെ മുമ്പിൽ ഇരുത്തി ഒരു ബ്ലൈൻഡ് ടെസ്റ്റിൽ ഓപ്പോസിറ്റ് ഇരിക്കുന്ന 2 പുരുഷന്മാരുടെ ചളി വാരി എറിയുന്ന തരത്തിലുള്ള ഡബിൾ മീനിങ് കമൻസ് കേട്ട് അത് ഇൻ്റർവ്യൂ യൂട്യൂബ് ചാനലിൽ വന്ന് ഒരുപാട് വ്യൂവും പോയി. മറ്റുള്ളവർ അതിനെ അവരുടെ കമൻറ്റ് ബോക്സിൽ വന്ന് കുറച്ച് കമൻസ് അടിച്ച് ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് ഇരിക്കുന്ന ആ കുട്ടിയുടെ പാരൻസ് ആണ് സത്യത്തിൽ ഈ വീഡിയോ റിയാക്ട് ചെയ്യേണ്ടത്, നമ്മളല്ല. പക്ഷെ അതുൽ ചേട്ടൻ്റെ റിയാക്ഷൻ മോശമാണെന്ന് പറയുന്നില്ല, റിയാക്ഷൻ നന്നായിരുന്നു. പക്ഷേ എന്തോ സാധാരണ ചെയ്യുന്ന ആ ഒരു റിയാക്ഷൻ അങ്ങോട്ട് എത്താത്ത പോലെ തോന്നി. കുറച്ചും കൂടെ ഹാർഷായിട്ട് സംസാരിക്കാമായിരുന്നു. നമുക്കെന്തായാലും അവരുടെ ആ ഒരു ഇൻ്റർവ്യൂ കാണാം. റിയാക്ഷൻ ചെയ്യണമെന്ന് കരുതിയിരുന്നതല്ല. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. വൈറൽ കണ്ടന്റ്. അപ്പോൾ വൈറലാവാൻ വേണ്ടി മനഃപൂർവ്വം കച്ചകെട്ടി വന്നതാണ്. അറിയാം ഇത് വൈറലാകും, ഇതൊരു വൈറൽ കണ്ടന്റ് ആണ് എന്ന്. പേടിപ്പിക്കില്ല. ഒന്ന് കയ്യിലെടുത്തേ. വേണ്ട, അല്ല എടുത്തു നോക്കി എന്തുവന്നറിയണ്ടേ. ഡയറി മിൽക്ക് ഇഷ്ടമാണോ? ഇഷ്ടമുള്ള മുട്ടായി ഏതാ? കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യും. ടേസ്റ്റ് ഉണ്ട് ഇതിന്. നിനക്ക് എങ്ങനെ അറിയാം? അപ്പോൾ ഗൈസ് കണ്ടല്ലോ, ഇതാണ് ആ വീഡിയോ. ഡയറി മിൽക്കും നീ ഇപ്പോൾ അവളുടെ മുമ്പിൽ വെച്ച ആ സാധനം തമ്മിൽ എന്താണ് ബന്ധം? എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്? കവി എന്താ ഉദ്ദേശിച്ചത്? അത് മനസ്സിലായി. പൊട്ടുന്നില്ല, പൊട്ടാതിരിക്കാനാ പൊതുവെ. പൊട്ടിച്ചു നോക്ക്. അതാ പറഞ്ഞ കീറാതിരിക്കാൻ യൂസ് ചെയ്യുന്നതാ. ഞാൻ കീറി തരാം. അതിന് കീറ് നല്ല പരിചയ. തുറന്നേ. ഇങ്ങനെയാണ് ഡയറി മിൽക്ക് പൊട്ടിക്കുന്നേ. ഒരു മുട്ടായി പോലും പൊട്ടിക്കാൻ അറിയാതെ തെറിച്ച് ക്യാമറമാനെ നേരിട്ടില്ല. പൊട്ടിക്ക്. എടാ മിഠായിന്ന് പറഞ്ഞ എടുത്ത് വായിലിടും. നോക്കി പൊട്ടിക്ക് സ്മെല്ല് നോക്ക്. അവന്റെ ഒലക്കമ്പല കുറച്ച് ഡബിൾ മീനിങ് കമന്റ്സും ഇതുകൊണ്ടൊക്കെ നിങ്ങളുടെ ചാനലിന് റീച്ച് കിട്ടുമെന്ന പ്രതീക്ഷയാണെങ്കിൽ മക്കൾക്ക് തെറ്റി. ഇതൊക്കെ ഫുൾ നെഗറ്റീവാണ് നിങ്ങൾക്ക് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഓവർ പ്രൊട്ടക്ഷൻ ആണ് എല്ലാത്തിനും. സൈഡ് നോക്ക്. സൈഡ് നോക്കിയ ഇവിടെ ഏതൊരു സൈഡ് പൊട്ടിയില്ലോ. അത് ഒന്നുകൂടെ പൊട്ടിക്കുമായിരിക്കാം. ഭയങ്കര ഒപ്പ. ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം. അതെ, പൊട്ടിക്ക്. ഏതെങ്കിലും നല്ല ഗ്രിപ്പുള്ളടം നോക്കിക്കേ. ഇതിന് പൊട്ടി. നിങ്ങൾ മാന്യമായ ഒരു ഇൻ്റർവ്യൂ ആണ് ഉദ്ദേശിച്ചതെങ്കിൽ എന്തായാലും അത് ഇതുകൊണ്ട് നടന്നില്ല.
18 വയസ്സിൻ്റെ താഴെയുള്ള ഒരു പെൺകുട്ടീനോടാണ് നിങ്ങളിപ്പോൾ ഇങ്ങനൊരു മോശം പരിപാടി എന്ന് പറയാം കാണിച്ചിട്ടുള്ളത്. നിന്റെയൊക്കെ പെങ്ങന്മാരെ 18 വയസ്സിന് താഴെയുള്ള പെങ്ങന്മാരെ കൊണ്ടുവന്നിരുത്തി ഒരു കോണ്ടം മുമ്പിൽ വെച്ച് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞാൽ കുട്ടി അത് കറക്റ്റായിട്ട് ഗസ് ചെയ്താൽ നിങ്ങൾ എന്ത് ചെയ്യും, എന്ത് പറയും? ഇന്റർവ്യൂ ചെയ്ത ആൾക്കാരോടാണ് എൻ്റെ ചോദ്യം. നിങ്ങൾക്ക് കാണുന്ന ആൾക്കാർക്കും കമന്റ് ഇടാം കേട്ടോ. എങ്ങനെ റിയാക്ട് ചെയ്യും ഈ ഇന്റർവ്യൂ ചെയ്യുന്ന രണ്ട് മഹാന്മാർ? ഒരു പെൺകുട്ടി എന്ന നിലയിൽ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം. ഇപ്പം കാണിച്ചത് ഭയങ്കര മോശമുള്ള ഒരു കാര്യമാണ്. ഈ ഒരു കാര്യത്തിൽ റിയാക്ട് ചെയ്യേണ്ടത് ഞാനല്ല. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയ്ക്ക് കൂടുതലായിട്ട് ഒന്നും റിയാക്ട് ചെയ്യുന്നില്ല. റിയാക്ട് ചെയ്യേണ്ടത് ആ കുട്ടിയുടെ പേരൻസ് ആണ്. ഒരു മാസത്തിനിപ്പുറം അങ്ങനെ ഒരു റിയാക്ഷൻ അവരുടെ സൈഡിൽ നിന്നും ആ പെൺകുട്ടിക്ക് സാഡായി ഫീൽ ചെയ്യുന്നൊരു മോശമായി പോയി, എന്നോട് ഇങ്ങനെ കാണിച്ചത് മോശമായി പോയി എന്ന് ആ 18 വയസ്സ് തികയാത്ത ആ പെൺകുട്ടിക്ക് പോലും തോന്നിയിട്ടില്ല. ആ പെൺകുട്ടിയും ഒരു റിയാക്ഷനോ കാര്യങ്ങളോ കൊണ്ട് മുമ്പോട്ട് വന്നിട്ടില്ല. പിന്നെ നമ്മളിവിടെ കിടന്ന് വെറുതെ അവർക്ക് വേണ്ടി സംസാരിച്ചിട്ട് കാര്യമില്ല. നാളെ അവർ വന്നിട്ട് എനിക്കില്ലാത്ത പ്രശ്നം നിങ്ങൾക്ക് എന്താ എന്ന് ചോദിച്ചാൽ മതി, തീർന്നു. അതുകൊണ്ട് ഒരു പെൺകുട്ടി എന്ന നിലയിൽ എൻ്റെ അഭിപ്രായം അത് ഭയങ്കര മോശമായിപ്പോയി. ഇത് കറക്റ്റായിട്ട് ആ കുട്ടി ഐഡൻറ്റിഫൈ ചെയ്യുമായിരുന്നെങ്കിൽ പുള്ളി പറഞ്ഞത് കറക്റ്റായിരുന്നു. ഇതൊരു വൈറൽ കണ്ടന്റ് ആവും. ആൾക്കാർ ചോദിക്കും 18 വയസ്സ് പൂർത്തിയാവാത്ത നിനക്ക് എങ്ങനെ കോണ്ടം അറിയാം, അതിൻ്റെ യൂസേജസ് എങ്ങനെ അറിയാം? നാളെ ആ പെൺകുട്ടീനെ എടുത്തിട്ട് ഉടുക്കാൻ വേറെ ഒന്നും വേണ്ട. നിങ്ങൾ ഉദ്ദേശിച്ചത് അതാണ് എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ അത് നടന്നില്ല. ഇതത്ര ഫണ്ണായിട്ടൊന്നും കാണാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഇവരുടെ തംബ്ലൈൻ, ഷോർട്സിലൊക്കെ ഇവരിടുന്ന തംബ്ലൈൻസ് കാര്യങ്ങൾ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. മക്കളെ, ഇതൊന്നും അല്ല ഇൻ്റർവ്യൂ. നിങ്ങൾ ഇൻ്റർവ്യൂ എന്താണെന്നുള്ളത് കറക്റ്റ് പഠിച്ച് വന്നിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നന്നാവുക. ഇതൊക്കെ നിങ്ങളെ തന്നെ മോശമാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ചെയ്തു കൂട്ടുന്നത്. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം, നിങ്ങളുടെ കാര്യങ്ങൾ, എനിക്ക് അഭിപ്രായം പറയാമല്ലോ. അപ്പം എൻ്റെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ